ഒരു ഗ്ലാൻസ ജി വേരിയന്റ് ഉണ്ട്, ഒരു ബെലേനോ ബേസ് മോഡൽ ഉണ്ട് കേട്ടോ, സിഗ്മ വേരിയന്റ്. അപ്പോൾ ബേസ് മോഡൽ ആയതുകൊണ്ട് ഇതിൽ ഒട്ടനവധി വർക്കുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ജി വേരിയന്റിൽ നമുക്ക് ടോപ്പ് എൻഡിൽ വരുന്ന സ്റ്റിയറിംഗ് ആഡ് ചെയ്യാനുണ്ട്, ക്രൂയിസ് കൺട്രോൾ കേട്ടോ, വിത്ത് ക്രൂയിസ് കൺട്രോൾ നമുക്ക് ചെയ്യണം. ഇതാണ് ഇതിൽ ഈ ജി വേരിയന്റിൽ വന്നിട്ടുള്ള ഗ്ലാൻസയുടെ ആ ഒരു സ്റ്റിയറിംഗ് കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് നമ്മൾ ലെതർ റാപ്പിങ്ങോട് കൂടിയുള്ള സ്റ്റിയറിംഗും ഒപ്പം നമുക്ക് ഇതിൽ ക്രൂയിസ് കൺട്രോളോടെയും ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കണം. ഒരു തരത്തിലുള്ള വയർ കെട്ടിങ്ങും നമ്മളിപ്പോൾ ചെയ്യണില്ല കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇതാണ് നമ്മളെ സീറ്റ് കവേഴ്സ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫുൾ ബ്ലാക്കിൽ നല്ല ഫിനിഷിങ്ങിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്യാപ്റ്റൻ ആഫ എന്നുള്ള മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ ഫിനിഷിങ് കണ്ടില്ല, ഒരു കാണാൻ നല്ലൊരു പ്രത്യേക രസമാണ്. ഡബിൾ ഫോമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഹമ്പ കണ്ടില്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഒരു വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബേസ് മോഡൽ വണ്ടിക്ക് നമുക്ക് ടോപ്പ് എൻഡിൽ അത് പറഞ്ഞ പോലെ തന്നെ സ്റ്റിയറിംഗ് ചെയ്യാനുണ്ട്, ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. പിന്നെ 4 സ്പീക്കേഴ്സും പൈനിയറിന്റെ കോമ്പോണന്റ് ഫ്രണ്ടിലും കോവാക്സിൽ ബാക്കിൽ ചെയ്യണേ. ഇതാണ് പൈനിയറിന്റെ കോവാക്സൽ സ്പീക്കേഴ്സ്. ബാക്കിൽ കോവാക്സൽ നമ്മൾ വെക്കാറുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ റെയിൻ ഗാർഡുള്ള സ്പേസ് വെച്ചു, പിന്നെ ഫോം വെച്ചു, പിന്നെ സ്പീക്കർ നല്ല ടൈറ്റ് പനായിട്ട് ഫിറ്റ്മെന്റ് ചെയ്തു. പില്ലർ വരെയാണ് വയറിങ് വരാം. പില്ലറിലേക്ക് നമ്മൾ സോൾഡർ ചെയ്തിട്ട് കണക്ഷൻ എടുക്കണം. ഫ്രണ്ടിൽ നമുക്ക് സോക്കറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് കോമ്പോണന്റ് സ്പീക്കേഴ്സ് കേട്ടോ. കോമ്പോണന്റ് സ്പീക്കേഴ്സ് എന്ന് ചെയ്യുമ്പോൾ നമുക്ക് ട്യൂട്ടർ സെപ്പറേറ്റ് ആയിരിക്കും വരുന്നത്, മറ്റേത് ഇൻബിൽട്ട് ആയിട്ട് വരും. 2-വേ സ്പീക്കർ രണ്ടും വരുന്നത്. ക്ലാരിറ്റി ഏകദേശമൊക്കെ സെയിം തന്നെയാണ്. കോമ്പോണന്റ് വരുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ ട്യൂട്ടറാണ് വരിക, മറ്റേത് അടിയിലാണ് വരിക. അപ്പോൾ കേൾക്കാൻ ഇത്തിരി കൂടി രസം കോമ്പോണന്റ് സ്പീക്കേഴ്സ് ആയിരിക്കും കേട്ടോ. അത് സ്പീക്കർ വെച്ചു, അതിൻ്റെ ക്രോസ് ഓവർ നമ്മൾ ഫിറ്റ്മെന്റ് ചെയ്യാണ്. പിന്നെ ഈ ഒരു വണ്ടിക്ക് നമുക്ക് ഓട്ടോ ഫോൾഡിങ് മിറർ അടക്കം ചെയ്യാനുണ്ട്. ഇതാണ് നമ്മുടെ ടോപ്പ് എൻഡിലെ ഒരു മിറർ വരുന്നത് കേട്ടോ. ബലേനോ സീറ്റയിലൊക്കെ വരുന്ന ഈ സെയിം മിറർ തന്നെയാണ് വരുന്നത്. അതിൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഓട്ടോ ഫോൾഡിങ്ങും മിറർ അഡ്ജസ്റ്റ്മെന്റും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓട്ടോ ഫോൾഡിങ്ങിൻ്റെ കിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഏഡ് ചെയ്താണ് ക്ലോത്ത് ടേപ്പൊക്കെ അടിച്ച് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വയറിംഗ് ഒക്കെ ഒരു വട്ടം ചെയ്യുമ്പോൾ നമ്മൾ ടൈം എടുത്ത് ഇത്തിരി വൃത്തി ചെയ്യുകയാണെങ്കിൽ അവിടെ കിടന്നോളും, വേറെ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ നമ്മൾ വിനിയൽ ഫ്ലോറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പതിപ്പിച്ച് ടൈറ്റ് പണിയെടുക്കുക കണ്ടാൽ മനസ്സിലാവും, നല്ല വൃത്തിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും ഏത് വർക്കായാലും ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം ഇടുന്നുള്ളൂ. വിനിയൽ ഫ്ലോറിംഗ് ഒക്കെ നെഗറ്റീവ് വരാൻ കാരണം വെച്ചാൽ നല്ല വൃത്തിയിൽ ചെയ്യാണ്ട് 3/4 മണിക്കൂർ കൊണ്ട് സീറ്റ് പോലും അയക്കാണ്ട് ചെയ്യുമ്പോഴൊക്കെയാണ് അതിൻ്റെ കംപ്ലയിൻസ് ഒക്കെ വരുന്നത്. നല്ല പതിപ്പിച്ചൊക്കെ ടൈറ്റപ്പനായിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ അവിടെ കിടന്നോളും. അപ്പോൾ അതാണ് അതിന് നെഗറ്റീവ് വരാൻ. നമ്മൾ ഒരുപാടധികം വിനിയൽ ഫ്ലോറിംഗ് ചെയ്തിട്ടുണ്ട്, എത്ര കൊല്ലമായിട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല, നിങ്ങൾക്ക് അറിയാം, സ്ഥിരം കാണാൻ ആൾക്കാർക്ക് അറിയാം. പക്ഷേ ഇതേവരെ ഒരു കംപ്ലയിൻസോ അതിലൊന്നും വന്നിട്ടുമില്ല. അതോടൊപ്പം ഇതിൽ ഫോഗ് ലാമ്പ് ചെയ്യുന്നത് പ്രൊജക്ടർ ടൈപ്പ് ഫോഗ് ലാമ്പാണ്. 3 കളേഴ്സിൽ കത്തണ ഒരു ഫോഗ് ലാമ്പാണ് ചെയ്യുന്നത്. അതിൻ്റെ വയറിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, വയറിംഗ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തതാണ്. നമ്മൾ ചെയ്തിട്ടുള്ള വയറിംഗ് നിങ്ങൾ കണ്ടോ. ഇതൊക്കെയാണ് നമ്മൾ റിലേ, ഫോഗ് ലാമ്പിൻ്റെ റിലേ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ ആ ഒരു ഏരിയയിലെ കണ്ടില്ലേ, ഒരു തരത്തിലുള്ള പുറത്തേക്ക് നിൽക്കലോ ഒന്നുമില്ല, കറക്റ്റായിട്ട് കണ്ടില്ലേ. ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ വലിച്ച വയറിംഗ് ആണ്. കറക്റ്റായിട്ട് തന്നെ വലിച്ചിട്ടുണ്ട്. അപ്പോൾ ബൾബ് കാര്യങ്ങളൊക്കെ മാറാനുണ്ട്. ഇതിൻ്റെ ഹെലോജൻ ബൾബായിരിക്കും വരിക. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് LED ഇടണം. ഇന്ന് നമുക്കൊരു ഫ്രോൺസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ സ്പോയിലർ കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ റിഫ്ലക്ടർ LED ചെയ്തു, കണക്റ്റിംഗ് ടൈലാമ്പ് ചെയ്തിട്ടുണ്ട്. ഈ കണക്റ്റിംഗ് ടൈലാമ്പ് ചെയ്താലാണ് ഫ്രോൺസിന് ഒരു രസം ഉണ്ടാവുള്ളൂ. ഇതിന് കമ്പനി വരുന്ന സ്റ്റീരിയോ ആണുള്ളത്. അതിൽ സ്പീക്കർ 2-വേ സ്പീക്കർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും, കേൾക്കാൻ രസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാ വണ്ടിക്കും നമ്മൾ ഈ ഒരു വേരിയൻ്റൊക്കെ എപ്പോഴും ചെയ്യുന്നതാണ്. ട്യൂട്ടർ സെപ്പറേറ്റ് ആഡ് ചെയ്യും. അപ്പോൾ ട്രബിൾ നല്ല രീതിയിൽ വരും, കേൾക്കാൻ നല്ല രസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ടൈപ്പാണ്, പില്ലർ ടൈപ്പാണ് ട്യൂട്ടർ ഫിറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം നമ്മൾ ആംറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആംറസ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്, കണ്ടില്ലേ. ഇതിൽ നമുക്ക് ഇപ്പോൾ റിയർ AC ആക്ടിവേഷൻ ചെയ്തിട്ടില്ല, ഇനി വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ. പിന്നെ ഒരു ഹോൺ ചെയ്തിട്ടുണ്ട്. നമ്മളെ കമ്പനി വരുന്ന ഹോൺ മാറ്റിയിട്ട് ഹെല്ലയുടെ ഒരു ഹോണാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുവിധം എല്ലാ വണ്ടിയിലും നമുക്ക് ഫ്രോൺസും ബലേനൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മളെ മിററിൽ നമ്മൾ ബാറ്റ്മാൻ മിറർ കവറും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം കഴിഞ്ഞിട്ടില്ല വർക്ക്, ഞാൻ ജസ്റ്റ് ഇട്ട് കാണിക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ റിസൾട്ടിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എന്തായിട്ടും എല്ലാ വണ്ടിയുടെയും നമ്മൾ ഇട്ട് കാണിക്കാം. പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ചെയ്തിട്ടുണ്ട്. ഹോൺ ജസ്റ്റ് അടിച്ചിരിക്കാം ഉണ്ടല്ലേ, ഇങ്ങനെയാണ് നമ്മൾ ഹോണിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമുക്ക് ചെയ്യണമെങ്കിൽ സീറ്റ് അഴിച്ചെടുത്തിട്ട് ഈ ഒരു പോർഷൻ്റെ മെക്കാനിസം മാത്രമായിട്ട്, ആ ഒരു ഫ്രെയിം മാത്രമായിട്ട് മാറിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം അതായി, വേറെ ഒന്ന് നമുക്ക് ഓൾട്രേഷൻ കാര്യമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഓട്ടോ ഫോൾഡിങ്ങിൻ്റെ അതേ ഒരു സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കീ ഓണിലും സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഫോൾഡിങ് ആവായിരുന്നു മിറർ, പക്ഷേ ഓട്ടോ ഫോൾഡിങ് ഇല്ല. നമ്മൾ കീ ഞെക്കുമ്പോൾ ഫോൾഡ് ആവേണ്ടാവില്ല. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ
സെപ്പറേറ്റ് ഒരു യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഫ്രോൺസിൻ്റെതായിട്ടുള്ള യൂണിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണല്ലേ പാർക്ക് ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ആ ഒരു വെൽക്കം ലൈറ്റോടുകൂടിയാണ് കണക്റ്റിംഗ് LED നമ്മളെ റിഫ്ലക്ടർ LED വർക്ക് ചെയ്യണത്. കണ്ടില്ലേ, നല്ല രസമാണ് കാണാനായിട്ട്. സ്പോയിലർ ചെയ്തിട്ടുള്ളത് ബാറ്റ്മാൻ ടൈപ്പ് മോൺസ്റ്റർ സ്പോയിലറാണ് കേട്ടോ. ABS ക്വാളിറ്റിയാണ്, നല്ല രസമാണ്. ഫ്രോൺസിനും ബലേനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് വിത്താറൊക്കെ സ്ഥിരം നമ്മൾ വെച്ച് കൊടുക്കുന്ന കേട്ടോ. 3.5 സ്ക്രൂവിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരണം കേട്ടോ. അപ്പോൾ എന്തായിട്ടും ഈ ഒരു 3 വണ്ടിയുടെയും സെപ്പറേറ്റ് റീല് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇട്ട് കാണിക്കാം. ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ ഷോപ്പിൽ വന്നതെന്നുള്ളൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൂടുതൽ ബലേനും ഫ്രോൺസൊക്കെ ഉള്ള കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിടത്തോളം അടുത്ത നല്ലൊരു വീഡിയോ ആണ്.